ഈ കണക്ക് കൂട്ടുന്നതൊന്നും നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് കേൾക്കുകയാണ്. സൂമൂ ലിറുയത്തിഹി വഅഫ്തിറൂ ലിറുയത്തിഹി. മാസം കണ്ടു എന്ന് ഉറപ്പായാൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. അതുപോലെ നോമ്പിൻ്റെ അവസാനം മാസം കണ്ടു 29 എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് പെരുന്നാൾ കഴിക്കാം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കൊരു കണക്ക് നോക്കി നോമ്പ് നിൽക്കാനും നോമ്പ് പിടിക്കാനും ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. ഈ തോന്നിവാസികളായ ആളുകൾ അവർ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പെരുന്നാളിനൊന്ന് ഏതെങ്കിലും ചളിയിൽ പോയിട്ട് നിസ്കരിക്ക് നല്ല പള്ളി ഒഴിവുണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് ഈ ചളിയിൽ പോയി നിസ്കരിക്കുകയും അതുപോലെ മാസം കാണുമോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുന്നതിന് മുമ്പ് ഇവർ തന്നെ വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് തീരുമാനിക്കണം. ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? ഏത് ദീനിലുള്ള തീരുമാനമാണിത്? നിങ്ങൾ ആലോചിച്ച് മറുപടി പറയണം. വെറുതെ വിടാൻ പറ്റില്ല. ഈ മുജാഹിദിനെ വെറുതെ വിടാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവനും വഴിവേപ്പിക്കുന്നതിന് ഒരു തുടക്കമാണത്. യഥാർത്ഥത്തിൽ ഇതല്ല അവരുടെ ലക്ഷ്യം. ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ ഇന്നലെ തന്നെ പേപ്പറിലൊക്കെ വന്നു കഴിഞ്ഞ് വെള്ളിയാഴ്ച പെരുന്നാളാണ്, അന്ന് ജുമാ വേണ്ടാന്ന്. ആരാണ് അങ്ങനെ ജുമാ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കാരവും ജുമാ നിസ്കാരവും രണ്ടും ഒരേ ദിവസം നിസ്കരിച്ചുവെന്നും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ ഹൽ അതാക ഹദീസുൽ ഖാശിയ എന്ന് പറയുന്ന ഈ 2 സൂറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെരുന്നാൾ നിസ്കാരത്തിലും അന്നത്തെ ജുമാ നിസ്കാരത്തിലും ഓതിയിരുന്നത് എന്ന് നമുക്കിവിടെ ഹദീസിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളും ജുമായും ഒത്ത് വന്നപ്പോൾ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്, ജുമാ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ ആ ജുമാ വേണ്ട എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കാൻ വന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം, ഇവരാണ് ഇവിടെ ദീനിനെ ആകെ നശിപ്പിക്കുന്നവർ. ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ വന്ന് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലും റസൂലുള്ളാഹിയുള്ള വിശ്വാസത്തിലും ഇവർ വഴിവെച്ച് പോയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താ ഇപ്പോൾ മുജാഹിദ് സുന്നി തമ്മിൽ തർക്കമുള്ളത്? ഇങ്ങനെ 1-2 ചെറിയ കാര്യങ്ങളല്ലേ, 1, 2, 10 കാര്യങ്ങളല്ല. ഈമാനിൻ്റെ കാര്യത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ വിശ്വസിക്കുന്നു അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ പ്രവൃത്തിയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. കൈ ഇങ്ങനെ പൊക്കാൻ ഇത് അള്ളാഹുവിൻ്റെ കഴിവ് വേണം. അള്ളാഹു നമുക്ക് ഇപ്പോൾ കഴിവ് തന്നാൽ മാത്രമേ ഇത് ഉയർത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്കും, ഞാൻ തന്നെ പണ്ട് നിന്നിട്ട് ഇവിടെ പ്രസംഗിക്കുക എത്രയോ സമയം നീട്ടി പ്രസംഗിക്കുമായിരുന്നു. അന്ന് അതൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഹർഫ് ഇങ്ങോട്ട് മുഴിയുക അത് തന്നെ വളരെ പ്രയാസമാണ്. അത് ഏത് മനുഷ്യനും പ്രായമെത്തുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമഅയും പെരുന്നാളും രണ്ടും
ഒരു ദിവസമായപ്പോൾ രണ്ടും നിസ്കരിച്ചു എന്ന് മാത്രമല്ല സബ്ബിഹിസ്മിയും ഹല്ലത്താക്കയുമായിരുന്നു ഈ രണ്ട് നിസ്കാരത്തിലും നബിതങ്ങൾ ഓതിയിരുന്നത് എന്ന് റിവായത്ത് വരെ ഹദീസുകൾ ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച പെരുന്നാൾ ആകുമെന്ന് മുൻകൂട്ടി പറയാൻ അധികാരമില്ലാത്ത വിവരമില്ലാത്തവരാണ് അത് പറയുന്നത്. രണ്ടാമത് അങ്ങനെ ആയാൽ തന്നെ ജുമാ വേണ്ട എന്ന് അല്ല ഈ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദൂരത്തു നിന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിയെ പിന്തുടർന്ന് നിസ്കരിക്കാനും അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാനും വരുന്ന ഏതാനും ചില ആളുകൾക്ക് ഇനി അവരുടെ വീട്ടിൽ പോയി തിരിച്ച് വീണ്ടും ജുമാക്ക് വരാൻ ഒരുപാട് ദൂരം നടക്കണം. അന്ന് കാറും ലോറിയും ബൈക്കും ഒന്നുമുള്ള കാലമല്ല, കാൽനടയായിട്ട് മാത്രം വരുന്ന കാലഘട്ടമാണ്. അങ്ങനെ എത്രയോ മൈൽസുകൾ താണ്ടി അവരുടെ വീട്ടിൽ പോയി രണ്ടാമത് ഇവിടെ ജുമാക്ക് തന്നെ വരാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറയുകയും അതുതന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഹാനവറുകൾ പറയുകയും ചെയ്ത ഹദീസുകളെല്ലാം നമ്മൾ ഉസ്താദുമാർ നമ്മുടെ ഇമാമുകളും കണ്ടിട്ടുണ്ട്. 4 മദ്ഹബിൽപ്പെട്ട ഇമാമുകൾ, ഇമാമുല്ലാഹും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ ഉലമാക്കൾ ഇന്ന് നിങ്ങൾ ലോകത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നും ഈ പരിഷ്കരിച്ച ലോകമെന്ന് ഈ മുജാഹിദ് വിഭാഗം പറയുന്ന ഈ കാലഘട്ടത്തിലും ലോകമൊട്ടാകെ പരിശോധിച്ചാൽ 90% നാലിലേതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്. ഇവിടുത്തെ കുറച്ച് വിവരമില്ലാത്ത മുറിമൗലവിമാർ മാത്രമാണ് ഇങ്ങനെ ആയത്തും ഹദീസും വെച്ചിട്ട് വലിയ ബടായി പറഞ്ഞ് ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇല്ലാതെയാക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഇവർക്ക് അള്ളാഹുവിനെ പറ്റി വല്ല വിശ്വാസമുണ്ടോ? ഒരു മൗലവി, അവരുടെ കാര്യമായ ഒരു മൗലവി തിരുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. തിരുത്ത്, നേരത്തെ പറഞ്ഞ് തിരുത്തി എഴുതുക. അതിലെന്താ അദ്ദേഹം പറയുന്നത്? അള്ളാഹുവിനെ പറ്റി ഞാൻ പഠിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു തആലക്ക് തടിയില്ല, ഭാഗമില്ല, തലമില്ല എന്നൊക്കെ പഠിച്ചിരുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ആ പറഞ്ഞത് തിരുത്തി വായിക്കേണ്ടതാണ് എന്നെനിക്ക് മനസ്സിലാക്കുന്നു എന്ന് മുജാഹിദ് മൗലവി എഴുതിയത് നിങ്ങൾക്ക് കാണാം. സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലും അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിലും ഈ കൂട്ടരുടെ വിശ്വാസം വളരെ അബദ്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കണം.